എല്ലാവർക്കും സ്നേഹപൂർവ്വം നമസ്കാരം. ചോറ്റാനിക്കര മകം തൊഴുത് അമ്മയുടെ മുന്നിൽ സങ്കടങ്ങൾ പറഞ്ഞ് മടങ്ങിയ ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാളാണോ നിങ്ങളും? മകം കഴിഞ്ഞു, ഇനി എന്ത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. പ്രാർത്ഥിച്ച ഉടനെ അത്ഭുതം സംഭവിക്കാത്തതിൽ ചിലർക്കെങ്കിലും നിരാശയുണ്ടാകാം. അമ്മയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ആരുമല്ല, പദവിയും അഭിമാനവും ഇല്ലാതെ വെറും ഒരു മകളോ മകനോ മാത്രം. ലക്ഷക്കണക്കിന് ആളുകൾ പോലെ നിങ്ങളും പറഞ്ഞിട്ടുണ്ടാകാം, അമ്മേ ഇനി നീ നോക്കണം, എല്ലാം നിൻ്റെ കയ്യിൽ. മകം കഴിഞ്ഞു, വീണ്ടും വീട്ടിലെത്തി. ദൈനംദിന ജീവിതം പഴയതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഉള്ളിലൊരു ചോദ്യം വരാം, ഇനി എന്ത്? ഞാൻ പ്രാർത്ഥിച്ചു, എന്നാൽ എന്താണ് മാറുന്നത്? പ്രാർത്ഥിച്ച ഉടനെ അത്ഭുതം സംഭവിക്കാത്തപ്പോൾ ചിലർക്കെങ്കിലും ഒരു ചെറിയ നിരാശ ഉണ്ടാകാം. അത് സ്വാഭാവികമാണ്, കാരണം നമ്മൾ മനുഷ്യരാണ്. കാത്തിരിക്കാൻ എളുപ്പമല്ല. പക്ഷെ ഓർക്കണം, അമ്മയുടെ അനുഗ്രഹം ഒരു കാറ്റുപോലെ തന്നെയാണ്. അത് പെട്ടെന്ന് ചുഴലിക്കാറ്റായി വരില്ല, ശാന്തമായി നമ്മെ തൊടും, പിന്നെ പതുക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മകം കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ പതുക്കെ തുടങ്ങുന്ന 5 പ്രധാന മാറ്റങ്ങളെക്കുറിച്ചാണ്. മാറ്റം 1, മനസ്സിൻ്റെ ശാന്തത. അമ്മ ആദ്യം സുഖപ്പെടുത്തുന്നത് നമ്മുടെ സാഹചര്യങ്ങളല്ല. അമ്മ ആദ്യം സുഖപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സാണ്. ചോറ്റാനിക്കരയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് എങ്ങനെയുള്ളതായിരുന്നു? ഭാരമുള്ളതോ, ആശങ്കകളാൽ നിറഞ്ഞതോ, നിശ്ചയമില്ലാത്തതോ? പലപ്പോഴും നമ്മൾ കരുതുന്നത് പ്രശ്നം പുറത്താണെന്നാണ്. പക്ഷേ അമ്മ അറിയുന്നു, പ്രശ്നം ആദ്യം അകത്താണ് ശമിക്കേണ്ടത്. മകം കഴിഞ്ഞ് മടങ്ങിയ ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുറത്തെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെയായിരിക്കാം, പക്ഷേ അവയെ നേരിടുന്ന നിങ്ങളുടെ മനോഭാവം കുറച്ചുകൂടി ശാന്തമായിട്ടുണ്ട്. അതൊരു ചെറിയ മാറ്റം മാത്രമാണെന്ന് തോന്നാം, പക്ഷേ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. കടലിൽ തിരമാലകൾ അടങ്ങുമ്പോൾ മാത്രമേ ആകാശം അതിൽ പ്രതിഫലിക്കൂ. അതുപോലെ മനസ്സ് ശാന്തമായാൽ മാത്രമേ ജീവിതം തെളിഞ്ഞു കാണാൻ കഴിയൂ. ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യണം? വളരെ ലളിതമായി ഒരു ചെറിയ സ്തുതി, ഒരു അമ്മേ നാരായണ എന്ന് വിളി. അതിന് വലിയ ആചാരങ്ങൾ ആവശ്യമില്ല. അമ്മയുടെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചവർ കമൻറ്റിൽ പങ്കുവെക്കുക, കാരണം നിങ്ങളുടെ അനുഭവം മറ്റൊരാൾക്ക് വിശ്വാസമാകാം. മാറ്റം 2, വ്യക്തമായ തീരുമാനങ്ങൾ. ജീവിതത്തിൽ ഏറ്റവും ക്ഷീണം നൽകുന്നത് പ്രശ്നങ്ങളല്ല, അവ്യക്തതയാണ്. എന്ത് ചെയ്യണം? ആരെ വിശ്വസിക്കണം? ഇത് ശരിയാണോ? ഇങ്ങനെ പല ചോദ്യങ്ങളുമായി നിൽക്കുന്ന സമയങ്ങളുണ്ടാകും. മകം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം, നിങ്ങളുടെ ചിന്തകൾ അല്പം തെളിഞ്ഞു വരുന്നു. പെട്ടെന്നൊരു വലിയ ശബ്ദത്തിൽ മറുപടി വരില്ല, പക്ഷേ ഉള്ളിൽ ഒരു ശാന്തമായ ബോധം വരും. ആരാണ് നിങ്ങളെ സത്യമായി സ്നേഹിക്കുന്നത്? ആരാണ് നിങ്ങളെ ഉപയോഗിക്കുന്നത്? എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഒഴിവാക്കേണ്ടത്? ഇത് അമ്മ നൽകുന്ന ബുദ്ധിയാണ്. അതൊരു പുസ്തകജ്ഞാനമല്ല, ഒരു അനുഭവജ്ഞാനമാണ്. ഒരു അമ്മ മകനെ അല്ലെങ്കിൽ മകളെ കൈ പിടിച്ചു നടക്കാൻ പഠിപ്പിക്കുന്നത് പോലെ അമ്മ നമ്മളെ തീരുമാനങ്ങളിൽ കൈപിടിച്ച് നടത്തുന്നു. ഈ സമയത്ത് ഒട്ടും തിടുക്കം വേണ്ട, ഉൾപ്രേരണ കേൾക്കാൻ സമയം കൊടുക്കുക. മാറ്റം 3, തടസ്സങ്ങൾ പതുക്കെ മാറുന്നു. വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന കാര്യങ്ങളുണ്ടാകാം. ഒരു വീടിൻ്റെ സ്വപ്നം, ഒരു വിവാഹാലോചന, ഒരു ജോലി, ഒരു കേസ്, ഒരു കുടുംബ പ്രശ്നം, ഇങ്ങനെ പലതും. മകം കഴിഞ്ഞ് ഉടനെ എല്ലാം തീരില്ല, പക്ഷേ ചെറിയ ചലനങ്ങൾ കണ്ടു തുടങ്ങും. മുടങ്ങിക്കിടന്ന് ഒരു ഫോൺ കോൾ വരാം, ഒരാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങാം, ഒരു ഫയൽ നീങ്ങിത്തുടങ്ങാം, ഒരു അവസരം തുറക്കാം. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അമ്മ വലിയ ശബ്ദത്തിൽ പ്രവർത്തിക്കില്ല,
അമ്മ ശാന്തമായി വാതിലുകൾ തുറക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ പുരോഗതി കണ്ടാൽ അതിനെ ചെറുതായി കാണരുത്. അതൊരു തുടക്കമാണ്. ഈ ഘട്ടത്തിൽ വിശ്വാസം ഏറ്റവും പ്രധാനമാണ്. കാരണം ചില മാറ്റങ്ങൾ കാണാൻ സമയമെടുക്കും. മാറ്റം 4. ആത്മീയ ശുദ്ധീകരണം. ചിലർക്ക് മകം കഴിഞ്ഞ് മനസ്സ് വളരെ സെൻസിറ്റീവ് ആകാം. പെട്ടെന്ന് കരച്ചിൽ വരാം, പഴയ ഓർമ്മകൾ ഉയർന്നു വരാം, മനസ്സിൽ അടങ്ങിയിരുന്ന വികാരങ്ങൾ പുറത്തു വരാം. ഇത് ദുർബലതയല്ല. മനസ്സിൽ അടിഞ്ഞുകൂടിയ വേദനകൾ പുറത്തു വരുമ്പോൾ മാത്രമേ സുഖം തുടങ്ങൂ. ഒരു വീട് വൃത്തിയാക്കുമ്പോൾ ആദ്യം പൊടി ഉയരും, പിന്നെയാണ് ശുദ്ധി. അമ്മ നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന പേടികളെയും കുറ്റബോധങ്ങളെയും പതുക്കെ കഴുകിക്കളയുന്നു. ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ഈ സമയത്ത് സ്വയം കുറ്റപ്പെടുത്തരുത്. കരയണമെന്ന് തോന്നിയാൽ കരയാം, പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ പ്രാർത്ഥിക്കാം. അമ്മയുടെ മുന്നിൽ നമ്മൾ ശക്തരായി അഭിനയിക്കേണ്ടതില്ല. മാറ്റം 5. സംരക്ഷണത്തിൻ്റെ അനുഭവം. ചിലർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകാം. ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടതായി തോന്നാം. ചില ബന്ധങ്ങൾ അവസാനിക്കാം. അത് നഷ്ടമായി കാണരുത്. ചിലപ്പോൾ അമ്മ നമ്മെ രക്ഷിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുത്തുകൊണ്ടല്ല, നമുക്ക് ദോഷകരമായത് മാറ്റി നിർത്തിക്കൊണ്ടാണ്. ഒരു അമ്മ കുഞ്ഞിനെ തീയിൽ നിന്ന് പിടിച്ചു മാറ്റുമ്പോൾ കുഞ്ഞിനാദ്യം മനസ്സിലാകില്ല. പക്ഷേ അത് സംരക്ഷണമാണ്. നിങ്ങളിപ്പോൾ അമ്മയുടെ സംരക്ഷണ വലയത്തിലാണ്. അത് കാണാനാവില്ല, പക്ഷേ അനുഭവിക്കാം. മകം ഒരു ദിവസമല്ല, അതൊരു തുടക്കമാണ്. അമ്മ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ വൈകിയേക്കാം, പക്ഷെ ഒരിക്കലും കൈവിടില്ല. വിശ്വാസം വിട്ടുകളയരുത്. ലളിതമായി പ്രാർത്ഥന തുടരുക. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ പങ്കുവയ്ക്കാം. നിങ്ങളുടെ ഒരു വാക്ക് മറ്റൊരാൾക്ക് ആശ്വാസമാകാം. അമ്മയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ശാന്തിയും ധൈര്യവും ലഭിക്കട്ടെ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. വീണ്ടും കാണാം. നന്ദി.